ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ അവർക്ക് സമ്മാനമായി കിട്ടിയിട്ടുള്ള ആ 1,00,000 രൂപ അതെന്താ ചെയ്യേണ്ടതെന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, രവീന്ദ്രൻ പറയുകയാണ്, അത് നിങ്ങൾ എന്തായാലും റൂം കെട്ടാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിരിക്കല്ലേ, അപ്പോൾ ആ റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തോടാ എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛന് കൊടുക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ പറയണ കേൾക്കുമ്പോൾ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ സച്ചി അന്ന് രാത്രി സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നാളെ തന്നെ ഒരു എഞ്ചിനീയറെ കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ഥാനം കാര്യങ്ങളൊക്കെ നോക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അത് വേണ്ട, ഞാനൊരു കാര്യം പറയട്ടെ, എഞ്ചിനീയറെ കൊണ്ടുവരണ്ട, നമുക്കൊരു മേസ്തിരിയെ കൊണ്ടുവരാമെന്ന് പറയണം. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതല്ല, എഞ്ചിനീയർ ആകുമ്പോൾ ഒരുപാട് പൈസയ്ക്ക് ആവും, അവർക്കാണെങ്കിൽ അവർ പറയുന്ന പൈസയൊക്കെ നമുക്ക് കൊടുക്കണം. മേസ്തിരി ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ കുറച്ച് ബഡ്ജറ്റിൽ നമുക്ക് പണിത് തരുമെന്ന് പറയുകയാണ്. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം, എനിക്ക് പരിചയമുള്ള ഒരു മേസ്തിരി ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ രാവിലെ തന്നെ സച്ചിയുടെ കൂടെ ആ മേസ്തിരി ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. അപ്പോൾ വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് സ്ഥലം കാണിച്ചു തരാൻ പറയുകയാണ്. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് റൂം കെട്ടാനുള്ള സ്ഥലം സച്ചി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കാണുമ്പോൾ കൂടെ രേവതിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഈ ഒരാളിങ്ങനെ വരുന്നത് ചന്ദ്ര കാണുകയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ട് ഇവരുടെ പുറകെയായിട്ട് ചന്ദ്രയും പോയിട്ട് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ ചന്ദ്ര അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ റൂം കെട്ടാനായിട്ട് ഇപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വേണമല്ലേ എന്ന്. അപ്പോൾ അതേ എന്ന് പറയുകയാണ്. അപ്പോൾ കിച്ചൺ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിച്ചണൊന്നും വേണ്ട, കിച്ചൺ താഴെയുണ്ട്, ഒരു റൂം മാത്രം മതി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കബോർഡ് സാധനങ്ങളൊക്കെ എവിടെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മൊത്തം എത്ര രൂപ വരും, ചിലവ് എത്ര വരും എന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ പറയുന്നുണ്ട്, ഒരു 4,00,000 രൂപ എന്തായാലും വരും എന്ന് പറയണം. ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 25,000 രൂപയുടെ വ്യത്യാസം അങ്ങനെയും സംഭവിക്കാം എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയുകയാണ്, 1,00,000 രൂപ തൽക്കാലം ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് വെച്ച് തുടങ്ങിക്കോ, എന്തായാലും തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ബാക്കി പൈസ ഞങ്ങൾ തന്നോളാം, അങ്ങനെ അത് പൂർണ്ണമാക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ മേസ്തിരി പറയുകയാണ്, അങ്ങനെ ചെയ്യണ്ട, കാരണം എങ്ങനെ നിങ്ങൾക്ക് ആ സമയത്ത് പൈസ റെഡിയാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പണി ഇവിടെ പകുതിയാക്കി ഇവിടെ കിടക്കും. അപ്പോൾ പിന്നെ മഴക്കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാവും, പിന്നെ നിങ്ങൾ അത് പണിയാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇരട്ടി ചിലവായി മാറും. അതുകൊണ്ട് പൈസ ആദ്യം സംഘടിപ്പിക്കുക, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് പറയുന്നത്, പൈസ ആദ്യം സംഘടിപ്പിക്കുക, അതിനുശേഷം എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് രേവതിക്കും കാര്യം മനസ്സിലായി, ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ അദ്ദേഹത്തിനുള്ള ഓട്ടോ കൂലിക്കുള്ള പൈസ ഒക്കെ കൊടുത്തപ്പോൾ വേണ്ടാന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അവിടെ നിന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെങ്ങനെ ഒരു 4,00,000 രൂപ ഇവർ ഒപ്പിക്കും, എന്തായാലും ഇവരുടെ റൂം പണിയിലൊക്കെ അവിടെ നിൽക്കും എന്നൊക്കെ ഒരു സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും രേവതി ചോദിക്കുന്നത്, എന്ത് ചെയ്യും സച്ചി ചേട്ടാ നമ്മൾ ഇനി എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ചന്ദ്ര അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ സച്ചി പറയാണ്, അതിനെന്തിനാ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എന്ത് വഴി എന്ന് രേവതി ചോദിക്കണം. അപ്പോൾ രേവതി കണ്ടിട്ടില്ല ചന്ദ്ര അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ്, അതെ ഞാൻ എന്തായാലും അച്ഛനോട് വിവരം പറയും, 4,00,000 രൂപ വേണം, ബാക്കി 3,00,000 വേണ്ടു, നമ്മുടെ കയ്യിൽ 1,00,000 ഉണ്ടോ, അതെന്തായാലും അച്ഛനോട് സംസാരിച്ചിട്ട് അമ്മയുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന ആ സ്വർണ്ണൊക്കെ ഇങ്ങോട്ട് മേടിക്കാം, എന്നിട്ട് നമുക്ക് പണയം വെക്കാം, അഥവാ ഇനി ആ പൈസ തികഞ്ഞില്ലെങ്കിൽ ആ സ്വർണം കൊണ്ട് നമുക്ക് വിൽക്കുകയും ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന ചന്ദ്ര, ഈശ്വര എൻ്റെ കയ്യിലുള്ള സ്വർണ്ണം ഇവന്മാർ കൊള്ളാലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, എടി അവിടെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എനിക്ക് എന്തിനാ അമ്മയുടെ സ്വർണ്ണൊക്കെ, നമുക്ക് എന്തെങ്കിലും മാർഗം നോക്കാം എന്നിങ്ങനെ സച്ചി രേവതിയോട് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സുധി അവിടേക്ക് വരുന്നത്. സുധി ഒരുപാട് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വലിയൊരു കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ രീതിയിൽ കുറേ കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഈ പണിയും തുടങ്ങിയിടാ, അതെന്തായാലും നന്നായി, നിന്റെ ബിസിനസ്സൊക്കെ നീ ഡള്ളായിക്കൊണ്ടിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഈ പണി തുടങ്ങി, വീടാന്തരം സാധനങ്ങൾ വിൽക്കാനും തുടങ്ങിയില്ല, അതെന്തായാലും നന്നായിടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വീടാന്തരം സാധനം വിൽക്കുന്നത് വെറുതെ ഓരോന്നും ആവശ്യമില്ലാതെ പറഞ്ഞു, ഞാൻ അതൊന്നല്ല, ഞാനിത് എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, പറയാമ്മേ ശ്രുതി വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അവിടേക്ക് ഓടി വരികയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് ഷോപ്പിംഗാ, എന്നിട്ട് എന്നോട് പറയാമെന്ന് ഞാനും കൂടി വന്നേനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് വാങ്ങിയത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ശ്രുതി ഭയങ്കര തിരക്കിട്ടിട്ട് ഇങ്ങനെ ഓരോ കവർ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ദേ ഈ കവർ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കവർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ കവർ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ
അതിലൊരു സ്വർണ്ണച്ചെപ്പാണുള്ളത്. അപ്പം അതിൽ നിന്നിട്ടും ഒരു മാല, അതായത് അവളുടെ കഴുത്തിൽ ഇപ്പോൾ മഞ്ഞച്ചരടാണല്ലോ കെട്ടിയിട്ടുള്ളത്, അപ്പം അത് സ്വർണ്ണ മാലയാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കാണുന്ന ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പം ചന്ദ്രയും വാ പൊളിച്ച് നിന്ന് പോവാണ്. എടാ നീ ഇത്ര വേഗം മാലൊക്കെ വാങ്ങിച്ചു എന്നും ചോദിച്ച് ചന്ദ്ര അവിടെ നിന്നും വന്നിട്ട് നേരെ ശ്രുതിയുടെ അരികിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തും. എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് കെട്ടിയത് അവൾ തന്നെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ സ്വർണ്ണമാല വേണമെന്ന്, അതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കൊരു ആപത്ത് വന്നപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല വരെ ഊരി തന്നതാണ്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ വാക്ക് മാത്രമല്ല, ഞാൻ എന്തായാലും കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി സച്ചിയെ നോക്കി പറയുകയാണ്. അങ്ങനെ ചന്ദ്രയും പറയുന്നുണ്ട്, അത് ശരിയാണോ, ഓരോരുത്തരെ താലിയാ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതുവരെ മാല വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും സച്ചിയും രേവതിയൊക്കെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വലിയ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ചന്ദ്ര ആ താലിയൊക്കെ ആ മാലയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പൂജാമുറിയിലേക്ക് ഓടുകയാണ്. അപ്പോൾ നേരെ രവിയെ വിളിക്കുന്നുണ്ട്, വാ രവിയേട്ടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ പൂജാമുറിയിലൊന്ന് പൂജിച്ചതിന് ശേഷം അവിടെ ഒന്ന് വെച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ ശ്രുതി ഇവരുടെ കഴുത്തിലിടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മാല അഭിമാനത്തോടു കൂടി ശ്രുതി അമ്മയുടെ കഴുത്തിൽ കൊടുത്തിട്ട് പറയാണ്, അമ്മ തന്നെ ശ്രുതിയുടെ കഴുത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തേക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്കായാലും അതുപോലെ ശ്രുതിക്കായാലും നാണക്കേട് തോന്നാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ പറയുന്നത് ശ്രുതി, അമ്മയാണോ എനിക്ക് മാല ഇട്ട് തരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയും പറയണം, ഇത് താലിയല്ലേ, നീയല്ലേ ഇട്ട് കൊടുക്കേണ്ടത്, നീ എന്തൊക്കെ മണ്ടത്തരയി വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ശരി ഞാൻ തന്നെ ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ആ മാല എടുത്ത് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ശ്രുതി. അതിങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. സച്ചി ആയാലും രേവതി ആയാലും അങ്ങനെ അവർ അനുഗ്രഹിക്കുന്നുണ്ട്. അച്ഛനമ്മയെ അനുഗ്രഹിക്കുകയാണ് ശ്രുതിയെയൊക്കെ. അതിനുശേഷം എടാ എനിക്കൊന്നും വാങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അമ്മ, അതായത് ചന്ദ്ര. അപ്പം പിന്നെ അമ്മയ്ക്ക് വാങ്ങിക്കാതെ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് ഒരു കവർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു സാരിയുടെ ബോക്സാണ് അതെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണത് എന്ന് പറഞ്ഞ് തുറന്നു നോക്കിയതിന് ശേഷം ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. ചന്ദ്ര പറഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ട്, നല്ല കളറ്, ഇടാ ഇതിന് എത്രയായിടാ എന്ന് ചോദിക്കുകയാണ്. എത്രയായിട്ടുണ്ടാവും അമ്മ ഒന്ന് പറഞ്ഞേ എന്ന് ശ്രുതി തന്നെ പറയുകയാണ്. അപ്പം ചന്ദ്ര നോക്കിയിട്ട് പറയാണ്, ഇതിനൊരു 15,000 രൂപയെങ്കിലും ആയി കാണുമെന്ന് പറയുമ്പോൾ സത്യം അത് തന്നെയാണ് വില എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് അല്ലെങ്കിലും ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ, അമ്മ നല്ല കഴിവുള്ള വീട്ടിൽ ജനിച്ചതൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാരി കണ്ടാൽ അറിയാം അതിന് എത്ര റേറ്റ് ആവുന്നൊക്കെ ഉള്ളത് എന്നിങ്ങനെ നമ്മുടെ രേവതിയെ നോക്കിയിട്ടാണ് കളിയാക്കുന്നത് ശ്രുതി. അങ്ങനെ അതൊക്കെ കേട്ടും കണ്ടും അങ്ങനെ അവരവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ലടാ നിന്റെ ഭാര്യയ്ക്ക് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, അച്ഛനൊന്നും ഇല്ല എന്ന് ചോദിക്കുകയാണ്. അച്ഛനുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു വാച്ചിൻ്റെ ഒരു ബോക്സ് എടുക്കുകയാണ്. അപ്പോൾ വാച്ചിൻ്റെ ബോക്സ് എടുക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛന് വാച്ചോ, എന്തിനാടാ ഇപ്പം ഈ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്ക് വാച്ചൊക്കെ, അച്ഛനിപ്പോൾ ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കില്ലേ, അച്ഛന് വാച്ചിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയം സച്ചി പറയുന്നുണ്ട്, കേട്ടാ അച്ഛനിപ്പോൾ വിലയില്ല, ജോലിക്കൊക്കെ പോയിരുന്നപ്പോഴേ വിലയുണ്ടായിരുന്നു, ഇപ്പം അച്ഛനൊരു വിലയില്ല, അപ്പോൾ അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇതൊക്കെ ഞാൻ കേട്ട് മടുത്തതാണെന്നൊക്കെ രവീന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയാണ്, അതിനൊരു 700 രൂപ കാണൂലേ എന്നിങ്ങനെ രേവതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി കളിയാക്കാണ്, 700 ഇതിനോ? അപ്പോൾ ആ സമയത്ത് ഇതിന് 700 അപ്പോൾ രേവതി പറയുന്നത് അതിലും മേലെ കാണാമായിരിക്കും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇതിനെ 51,000 രൂപയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് 51,000 രൂപയോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതെ 51,000 രൂപ. നിനക്കെന്താണ് തലക്ക് വല്ല ഓളമുണ്ടോ? എല്ലാവരുടെയും വാച്ചിലുള്ളത് പോലെ തന്നെയല്ലേ അതിലുള്ളത്, ഇതിന് ഈ 51,000 രൂപയ്ക്കൊക്കെ നീ എന്തിനാ ഇതൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ്, അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതിൽ ചിലപ്പോഴേ ഫോൺ ചെയ്യണതോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും സച്ചിയായിട്ട്, അതാവും അത്രയും വില എന്നിങ്ങനെ രേവതി പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഇല്ല രേവതി ഇത് സാധാരണ വാച്ച് തന്നെയാണ്, അതൊന്നും ഇതിൻ്റെ അകത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ശ്രുതി വരെയും പറയുന്നുണ്ട്, എന്തിനാ ഇത്രയും വിലയുടെ വാച്ചൊക്കെ വാങ്ങിയത്? എടി ശ്രുതി, നമ്മുടെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റാറ്റസിനനുസരിച്ച് വാച്ചൊക്കെ നമ്മൾ അണിയണ്ടേ, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് എന്നും പറഞ്ഞ് ആ വാച്ച് എടുത്ത് അങ്ങ് കെട്ടുകയാണ്. അപ്പോൾ അല്ല നീ അച്ഛനെന്തിട്ടാ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനുള്ളത് എന്നും പറഞ്ഞിട്ട് 3-4 കവറൊക്കെ തപ്പിയതിന് ശേഷം ഒരു തോർത്തുമുണ്ടാണ് ശരിക്കും നമ്മുടെ രവീന്ദ്രന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് ശ്രുതി. അപ്പോൾ ആ ഒരു തോർത്തുമുണ്ട് എടുത്ത് അവന് കൊടുക്കുമ്പോൾ അച്ഛന് നീട്ടുമ്പോൾ അത് തട്ടിപ്പറക്കുകയാണ് സച്ചി ചെയ്യുന്നത്. സച്ചി പറയുന്നുണ്ട്, എടാ ഇത്രയും നാളും നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചിലവാക്കിയോ, നീ 25 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ അല്ലേ നീ 50 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ അല്ലേ നീ എടുത്തുകൊണ്ട് പോയത്, അതൊക്കെ നീ നോക്കാതെ അച്ഛനൊരു തോർത്തുമുണ്ടാണോ നീ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന
രവീന്ദ്രൻ പറയുന്നുണ്ട്, സാരില്ലടാ, നമ്മൾക്ക് ഒരാളൊരു സമ്മാനം തന്നു കഴിഞ്ഞാൽ അത് എത്ര വിലപിടിപ്പുള്ളതാണോ അല്ലാത്തതാണോ എന്നല്ല നമ്മൾ നോക്കണം, നമ്മളത് സ്വീകരിക്കണം. എന്തായാലും നീ ഇതെനിക്ക് വാങ്ങി തന്നത് ഒരുപാട് സന്തോഷമുണ്ടടാ എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ ആ ഒരു തോർത്തും വാങ്ങി അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ വില കുറച്ച് കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഗിഫ്റ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് സുധി. ഈ പൈസയൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്